ഹൈഡ്രേറ്റഡ് കോപ്പർ അലൂമിനിയം ഫോസ്ഫേറ്റ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്ന ടർക്വൈസ് എന്ന് പറയുന്ന സ്റ്റോണിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ആണത്. ബ്ലൂ കളർ അല്ലെങ്കിൽ ഗ്രീൻ, പിന്നെ ഇതിന്റെ രണ്ടിന്റെ മിക്സ് ആയിട്ടുള്ള ബ്ലൂയിഷ് ഗ്രീൻ, ഇങ്ങനെയുള്ള ഷെയ്ഡ്സിലൊക്കെ കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെംസ്റ്റോൺ ആണ് ടർക്വൈസ്. ഇതിന് മാർക്കറ്റിൽ ഫൈറോസ്, ഫിറോസ എന്നിങ്ങനെയുള്ള അറബിക് നെയിംസിലും അറിയപ്പെടുന്നുണ്ട്. ധാരാളം സെലിബ്രിറ്റീസ് ഒക്കെ ധരിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റോൺ ആണിത്. നമ്മുടെ ബോളിവുഡ് ആക്ടർ ആയിട്ടുള്ള സൽമാൻ ഖാന്റെ ഒക്കെ കയ്യിൽ ടർക്വൈസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിന്റെ മെയിൻലി പറയാനുള്ള ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ടർക്വൈസ് എപ്പോഴും ഒപ്പേക്ക് ആയിട്ടുള്ള ലൈറ്റ് കടത്തിവിടാത്ത ടൈപ്പ് ഒരു ജെം സ്റ്റോൺ ആണ്. പിന്നെ ഇതിന്റെ സർഫസ് ലെസ്റ്റർ എന്ന് പറയുന്നത് വാക്സി ലെസ്റ്റർ ആണ്, കുറച്ച് ഡള്ളായിട്ടുള്ള ലെസ്റ്റർ ആണ്. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വേറെ പല മിനറൽസിന്റെ സ്പോട്ടുകൾ അല്ലെങ്കിൽ വെയിൻസ് ഒക്കെ സർഫസിലൊക്കെ വന്ന് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാണാം. അത് മെയിൻലി പൈറൈറ്റ് മിനറൽസിന്റെ ഗോൾഡൻ കളേർഡ് പാർട്ടിക്കിൾസ് ഒക്കെ സർഫസിൽ ധാരാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ മറ്റ് ഹോസ്റ്റ് റോക്കിന്റെ, ഈ ടർക്വൈസ് ഉണ്ടാകുന്ന റോക്കിന്റെ വെയിൻസ് സ്പൈഡർ വെബ് ടൈപ്പിൽ ഒരു ചിലന്തി വല പോലെയൊക്കെ ബ്ലാക്ക് കളേർഡ് വെയിൻസ് നിങ്ങൾക്ക് ഈ സ്റ്റോണിൽ ധാരാളം കാണാൻ സാധിക്കും. അതേപോലെ കോഡ്സ്, ഫെൽസ്പാർ, ഇതിന്റെ ഒക്കെ വെയിൻസ് സ്പോട്ടൊക്കെ ടർക്വൈസിൽ വരാറുണ്ട്. പിന്നെ ഇത് മെയിൻലി മൈൻ ചെയ്തെടുക്കുന്ന ചില ഏരിയകളാണ് ഇറാനിലെ നിഷാപൂർ എന്ന് പറയുന്ന റീജിയൻ, അതേപോലെ ടിബറ്റൻ റീജിയൻ, പിന്നെ അമേരിക്കയിലെ അരിസോണ, നെവാദ തുടങ്ങിയ സ്ഥലങ്ങൾ, പിന്നെ ചൈനയിലെ പല ഭാഗങ്ങൾ, ഇവിടുന്നൊക്കെ മേജറായിട്ട് ടർക്വൈസിന്റെ മൈനിങ് നടക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ധാരാളം ഇമിറ്റേഷൻ സ്റ്റോൺസും അതേപോലെ നാച്ചുറൽ തന്നെ അതിന്റെ സിമുലൻസ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് നാച്ചുറൽ ടർക്വൈസ് തന്നെയാണോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അത് ഡീല് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടർക്വൈസിനെ കുറിച്ച് പറയാനുള്ളത്. വേറൊരു സ്റ്റോണുമായിട്ട് കാണുന്നത് വരെ ബൈ.